പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് കടന്നു വന്നൊരു യാത്രയാണ് ചെന്നൈയിലേക്ക്. കാരണം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പോയി വന്ന ക്ഷീണം മാറിയില്ല. അതിക്ക് മുന്നേ യാത്ര ചെയ്യാനൊരു അവസരം കൂടി വന്നെന്ന് പറയാം. കാരണം എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. എനിക്ക് അങ്ങനെ വലിയ ക്ഷീണമൊന്നും തോന്നാറൊന്നുമില്ല. യാത്ര ചെയ്താലും എൻ്റെ ഒരു വൃത്തികെട്ട ശീലം എന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങത്തില്ല. കുറേ നേരം ഞാനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കും. പിന്നെ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലൊക്കെ ഞാൻ ഉറങ്ങാതിരുന്നിങ്ങനെ അവിടെ പോകുന്ന വഴികളിൽ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കും. ചെന്നൈ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന അവിടുത്തെ ബ്രിഡ്ജുകളും അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് മെട്രോയും കൂടി വന്നേക്കണോണ്ട് അതും കൂടിയാണ് കേട്ടോ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഏതിലേക്ക് കൂടിയൊക്കെയാണ് ഈ ഒരു ബ്രിഡ്ജ് കടന്നു പോകണമെന്ന് നമുക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. അതുപോലെ ഉള്ള അവസ്ഥയിലാണ് അതെല്ലാം പണിത് വെച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ഞങ്ങളെല്ലാം മെട്രോയിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. ഒരു അത്യാവശ്യമായിട്ട് പോയതുകൊണ്ട് തന്നെ ഒരു വലിയ പ്ലാനിങ് ഒന്നും ഇല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. എടുക്കുക, ഒരു ജോഡി ഡ്രസ്സ് എടുക്കുക, വേഗം അതിൻ്റെ അകത്തേക്ക് പാക്ക് ചെയ്ത് വെക്കുക, നമ്മുടെ അത്യാവശ്യ സാധനങ്ങളും കൂടി എടുത്തിട്ട് വേഗം പോവുക. പക്ഷേ ചില സമയത്ത് ഇങ്ങനത്തെ യാത്രകളാണ് കേട്ടോ നമുക്ക് വലിയ സന്തോഷവും അതുപോലെ തന്നെ സംതൃപ്തിയൊക്കെ തന്നെ. ഒത്തിരി പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നും നടക്കാതെ വരും. ഞാനെപ്പോഴും യാത്ര പോകുമ്പോൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഇതവിടുത്തെ ഒരു മാർക്കറ്റാണ്, ഭയങ്കര വലിയ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മെട്രോയിൽ നിന്ന് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പണ്ട് പോയ കുറച്ച് സ്ഥലങ്ങളൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമ്മൾ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ സെൻട്രൽ, അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചെന്നപ്പോഴാണ് ഈ ഞാവൽപ്പഴമൊക്കെ കണ്ടത്. അപ്പോൾ അത് കവറിൽ പൊതിഞ്ഞിരിക്കുന്ന 30 രൂപയും മറ്റേത് 50 രൂപയും. പിന്നെ എനിക്ക് കുറച്ച് തമിഴൊക്കെ അറിയാവുന്നതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം ഒന്ന് ജീവിച്ച് പോകാൻ പറ്റി. അല്ലെങ്കിൽ അവന്മാരെന്നെ കത്തി വെച്ച് കൊന്നാണ്. ഓട്ടോയിലൊക്കെ നല്ല കത്തിയാണ് കേട്ടോ നമ്മൾ. പിന്നെ ഷെയർ ഓട്ടോയിലാണ് ഞങ്ങളിപ്പോൾ പാരീസ് ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ അത് ഒരാൾക്ക് 25 രൂപ വെച്ചാണ് നമ്മളുടെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നത്. പിന്നെ ബസ്സിലാണെങ്കിൽ അത്രയും ചാർജ് വരില്ല. പിന്നെ ബസ് വെയിറ്റ് ചെയ്ത് നിന്ന് നമ്മളുടെ സമയം കളയണ്ടല്ലോ എന്ന് കരുതി. അല്ലാതെ ഓട്ടോയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 100 രൂപ 150 രൂപയൊക്കെ ചാർജ് പറഞ്ഞു കളയും കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നവും കൂടിയുണ്ട് നമ്മൾ പുറത്തുനിന്ന് വരുന്നവരാകുമ്പോഴത്തേക്കും. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അവിടുത്തെ റോഡുകളും അതുപോലെ തന്നെ ഭയങ്കര ഫെസിലിറ്റീസാണ് നമുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ പൊങ്ങൊക്കെ ഉണ്ടായിട്ടോ അവിടെ. പണ്ടൊക്കെ നമ്മൾ എന്തോരം വാരിക്കഴിച്ചേക്കുന്ന സാധനമാണത്. അപ്പോൾ പിന്നെ എന്താ കുറേ കാഴ്ചകൾ, എനിക്കിങ്ങനെ കാഴ്ചകൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞങ്ങൾ തിരിച്ചും പോരുകയാണ്. ഒരു 9:30ക്കാണ് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മാക്സിമം സമയം അവിടെ നമുക്ക് ചിലവഴിച്ചിട്ട് ബസ്സിൽ കയറിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് നേരത്തെ ബുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ എന്തായാലും പോയതല്ലേ, അന്ന് തന്നെ എനിക്ക് തിരിച്ചു വരാൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സ്റ്റേ ഒന്നും ചെയ്യാണ്ട് തന്നെ വേഗം ബസ്സൊക്കെ ബുക്ക് ചെയ്തത്. ട്രെയിൻ ടിക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈ സമയത്തൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ചെന്നൈയിലെ കാഴ്ചകളൊക്കെ കണ്ട് രാത്രി ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ആ കാണുന്നത് മെട്രോയാണ് കേട്ടോ. മെട്രോ ഏതിലേക്ക് കൂടിയാണ് പിള്ളേരൊക്കെ പോണതെന്നും അല്ലെങ്കിൽ ബ്രിഡ്ജ് ഏതൊക്കെ വഴിയാണ് പോണതെന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ കാണുന്നത് പാലക്കാടിൻ്റേതായ ഭംഗിയാണ് കേട്ടോ. കാരണം ആ കോടയൊക്കെ വന്നിട്ട് നമുക്ക് മഴ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായി. നമ്മൾ എന്താ പറയുക, ആ ഒരു കാഴ്ചയെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. രാവിലെ എണീറ്റ് ഇങ്ങനത്തെ കാഴ്ചകൾ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ നമ്മുടെ വീടെത്താറാവുമ്പോഴാണ് നമുക്കൊരു സന്തോഷം തോന്നുക മനസ്സിൽ. കാരണം എത്ര ഇവിടെ പോയാലും നമ്മൾ വീട്ടിൽ വന്നൊന്ന് ഫ്രഷായിട്ടൊന്ന് ഇച്ചിരി നേരം ഒന്ന് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. പിന്നെ ചെന്നൈ പോയിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ചു. അവിടുത്തെ കുറേ പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണല്ലോ. അങ്ങനെ അതാണ് ഇന്ന് കാലത്ത് മാതാവിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.